നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. നമുക്ക് എവിടെയാണ് ഒരു പാച്ച് വർക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ്റെനൻസ് ആവശ്യമുള്ളതെന്ന് നല്ലോണം ഒന്ന് നോക്കി അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് സമാധാനത്തിലിരുന്ന് ഗോൾ സെറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഏതാണ് നിങ്ങളിപ്പം ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്? ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതായത് ഇപ്പം കുട്ടികളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയാണോ, പാരന്റ്സ് ആണോ, പിന്നെ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആണോ, അല്ലെങ്കിൽ ഫ്രണ്ട് ആണോ, അതല്ലെങ്കിൽ മൊത്തം ഫാമിലി അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ഗോളിൽ നിങ്ങൾക്ക് നമ്മളൊന്ന് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ വാട്ട് സ്പെസിഫിക് റിലേഷൻഷിപ്പ് വുഡ് യു ലൈക്ക് ടു ഇമ്പ്രൂവ്, അതാണ് മുകളിൽ പറഞ്ഞത്. പിന്നെ വാട്ട് ഈസ് ദിസ് റിലേഷൻഷിപ്പ് ഇമ്പോർട്ടന്റ് ടു യു, ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം എല്ലാത്തിനും നിങ്ങൾ അതുപോലെ ആൻസർ ചെയ്യണമെന്നില്ല, ക്വസ്റ്റ്യൻസ് വായിച്ചു പോവാം. കാരണം ചിലർക്ക് ഇതെല്ലാം എഴുതി പോവാൻ അത്ര താല്പര്യം ഇല്ലാത്തവരുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇരുന്ന് എഴുതാനും വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവരും ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ ഒരു ക്യാരക്ടറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഒരുപാട് അതിലേക്കുള്ള ഒരു വഴി, ഒരുപാട് ഇൻസൈറ്റ്സ് ഇത് ക്വസ്റ്റ്യൻസ് വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് റിലേഷൻഷിപ്പ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്, വാട്ട് വുഡ് എ ഹെൽത്തി ആൻഡ് ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പ് ലുക്ക് ലൈക്ക് വിത്ത് ദിസ് പേഴ്സൺ. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് ആണ് ഇവിടെ വരുന്നത് കേട്ടോ. ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇമാജിൻ ചെയ്യാണ്. എപ്പോഴും നമ്മൾ ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അപ്പൊ ആ ഒരു ഔട്ട്പുട്ടിൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അതുണ്ടാവും, ആ ഒരു ഹെൽത്തി ആൻഡ് നല്ല റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. അതിനായിട്ട് നിങ്ങൾക്കുള്ള സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണ്, ചാലഞ്ചസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ സ്ട്രെങ്ത്സ് ഓഫ് യുവർ കറന്റ് റിലേഷൻഷിപ്പ്. ഒരുപാടുണ്ടാവും നമുക്ക് അല്ലെ, ആ ഒരു സ്ട്രെങ്ത് ഒരുപാടുണ്ടാവും. പക്ഷെ അതിൽ ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ചില ഏരിയകൾ ഉണ്ടാവും. ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. പിന്നെ അപ്പൊ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഈ ഒരു 5 ദിവസം. അപ്പൊ അതിൽ എന്തൊക്കെ ബിഹേവിയേഴ്സ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, എന്തൊക്കെ ആറ്റിറ്റ്യൂഡ്സ്, എന്തൊക്കെ ഹാബിറ്റ്സ്, അതല്ലെങ്കിൽ എന്തൊക്കെ വാല്യൂസ്, അതിലൊക്കെ ചേഞ്ചസ് വേണം, അതിലൊക്കെ ഇംപ്രൂവ്മെന്റ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ട് പോസിറ്റീവ് ക്വാളിറ്റീസ് ഡു യു ബ്രിങ് ടു ദിസ്, എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. അവിടെ കുറെ എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസും അതേപോലെ അങ്ങനെയുള്ള ലാംഗ്വേജസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നോക്കാം. പിന്നെ ആക്ഷൻ സ്റ്റെപ്സ്, സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ സ്റ്റെപ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ ആക്റ്റീവ് ലിസണിങ്, അതിന് ആക്ഷൻ സ്റ്റെപ്സ് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസിനും എന്തൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നോക്കുക. എന്നിട്ട് അത് ആദ്യം ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ. പിന്നെ എന്തൊക്കെ റിസോഴ്സസും സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ അതിൽ ബുക്സ്, നോട്ട്സ് ഞാൻ എഴുതിയത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് നിങ്ങളുടെ നോട്ട്സിനകത്തുണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ ഇനി കോഴ്സസ്, ഇനിയും എക്സ്ട്രാ എന്തെങ്കിലും കോഴ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത്, തെറാപ്പികൾ, കോച്ചിങ് സെഷൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് എന്താണോ. അപ്പൊ ആദ്യം ഇതൊക്കെ നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെയുള്ള ടൂൾസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അത് ഇല്ല, എഫക്റ്റീവ് ആവണില്ല, വർക്ക് ആവണില്ല എന്ന് കാണുമ്പോൾ പിന്നീട് നോക്കുക ഇനി എന്ത് മോർ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഹു ക്യാൻ സപ്പോർട്ട് മീ. അതേപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളിടത്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി പാർട്ണർ, ഇപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പിന്നെ ജോയിൻ ചെയ്ത ആളുകളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അറിവുകളെല്ലാം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരാളൊരു ഗോൾ സെറ്റ് ചെയ്തു അതിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വേറെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ, ഇതിൽ ഓൾറെഡി പരിചയമുള്ള ആളാണെങ്കിലും ഇപ്പൊ നിങ്ങൾ ബ്രേക്ക്ഔട്ട് റൂമിൽ വെച്ച് പരിചയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരാളെ അക്കൗണ്ടബിലിറ്റി പാർട്ണറായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വീക്ക്ലി അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും, ഫീഡ്ബാക്ക് എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ലുക്കിംഗ്, നമ്മളിങ്ങനെ ഈ ഒരു ആക്ഷൻ പ്ലാൻസ് ഒക്കെ വെച്ചു, അത് ഇങ്ങനെ ഒരു 2 വീക്സ് മുന്നിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ചില പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരെയാണോ നമ്മൾ അവിടെ സെലക്ട് ചെയ്തത് അവരുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെഡി ആവാം, മെന്റലി നമുക്ക് പ്രിപ്പയർഡ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പലതും ഇങ്ങനെ ഭയങ്കര ഗോളൊക്കെ സെറ്റ് ചെയ്ത് ആക്ഷൻ പ്ലാൻ ഒക്കെ വെച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചില ചാലഞ്ചസ് ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ അവിടെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇടും, പിന്നെ നമ്മൾ മുന്നോട്ട് പോകില്ല, ഞാൻ ഗോളും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ടൈം ലൈൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഇപ്പം ജനുവരിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് നീക്കി വെക്കണ്ട, എപ്പോഴും നൗ ഓർ നെവർ എന്നാണല്ലോ. അപ്പൊ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് അതിൽ നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഹെൽപ്പ് ഒക്കെ കിട്ടുമ്പോൾ അതും കൂടി അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കാണ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിട്ടുവന്ന് ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. പിന്നെ വാട്ട് മൈൽ സ്റ്റോൺസ് വിൽ ഇൻഡിക്കേറ്റ് പ്രോഗ്രസ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളത്, എന്തൊക്കെ ഡിഫറൻസുകൾ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുക. വെൻ ഡു യു എക്സ്പെക്ട് ടു സീ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്, നിങ്ങൾക്ക് എപ്പോഴാണ് നല്ല ഒരു ഇംപ്രൂവ്മെന്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ചിലതൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെയാണ് ചേഞ്ച് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, നമുക്ക് ഒരു 1 മന്ത് 2 മന്ത് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് കാണാം. ചെറിയ ചില ബിഹേവിയറൽ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ എന്താണ് അപ്രീസിയേഷൻ, ആക്റ്റീവ് ലിസണിങ്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആക്റ്റീവ് ലിസണിങ് കുറച്ച് പ്രാക്ടീസ് വേണം. പക്ഷേ അപ്രീസിയേഷൻ ഒക്കെ നമുക്ക് ഇപ്പോൾ തന്നെ കൊടുത്തു തുടങ്ങാം, അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ എന്താണ് റിഫ്ലക്ട് ആൻഡ് അഡ്ജസ്റ്റ്, നമ്മൾ എപ്പോഴാണ് ട്രാക്ക് ചെയ്യാൻ ജേർണലിങ് റെഗുലർ ചെക്ക് ചെയ്യുക, റെഗുലർ ആയിട്ട്
ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മളിപ്പോൾ എല്ലാതെ ഈ പേപ്പർ പെന്നെ ഇതെല്ലാം എടുത്തിട്ടൊക്കെ തന്നെ ചെക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് മൊബൈലിൽ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യാം. ഞാനും നമ്മളെല്ലാവരും മൈ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, വേറെ ആരും ഇല്ലാത്ത ഞാൻ മാത്രമുള്ള ഗ്രൂപ്പ്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ എപ്പോഴും എടുക്കുന്നതാണ്. പേപ്പറും ബുക്കും ഒക്കെ ആകുമ്പോൾ അത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ അതിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ അപ്ഡേഷൻസ് കൊടുക്കണം അതങ്ങനെ അതിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും അത് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. ഹൗ വിൽ യു സെലിബ്രേറ്റ് സ്മോൾ വിൻസ്? അപ്പൊ നമുക്ക് ചിലപ്പം ചില ആഹാ മൊമെന്റ്സ് ഉണ്ടാവും നമ്മളിങ്ങനെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ചില ഹാപ്പിനെസ് അല്ലെങ്കിൽ ചില ഡിഫറെന്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മാറ്റം വന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ വാട്ട് വിൽ യു ഡു ഇഫ് യു ഫേസ്, അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ നമ്മളിപ്പോ പല ചാലഞ്ചസും വരാനുള്ള ചാൻസ് എല്ലാം നമ്മൾ കണ്ടു. എന്നാൽ പോലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇപ്പോൾ തന്നെ നോക്കി. അവിടെ നേരത്തെ എഴുതിയത് എന്ത് ചാലഞ്ചസ് ഒക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ചാലഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുക എന്നുള്ളത്. അവിടെയൊക്കെ നമ്മുടെ ഗോള് വിട്ടുപോകാൻ ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റമൊന്നും ഇല്ലല്ലോ എന്നുള്ള ഗിൽറ്റി ഫീലിംഗ് തോന്നാൻ, ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നാൻ, നമ്മുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടാനൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ആദ്യം തന്നെ മുൻകൂട്ടി കണ്ടു പോകുന്നത്. ഹൗ ഓപ്പൺ വിൽ യു റിവ്യൂ? പിന്നെ റിവ്യൂ ചെയ്യണം നമ്മൾ. അപ്പൊ അത് ഡെയിലി റിവ്യൂ ആണോ, വീക്ക്ലി ആണോ, ബൈ വീക്ക്ലി ആണോ, മന്ത്ലി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ഡിപ്പെൻസ് നമ്മൾ എന്ത് ബിഹേവിയർ ആണ് അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് റിവ്യൂ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ തന്നെ എക്സാമ്പിൾ പറഞ്ഞില്ല, ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 3 രാവിലെ ഉച്ചക്ക് രാത്രി ഒക്കെ ജസ്റ്റ് അതിനെ നമ്മൾ ഒരു ദിവസത്തെ 3-4 ഭാഗമാക്കിയിട്ട് ആ സമയത്ത് നമ്മളൊന്ന് റിവ്യൂ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അതിൽ കൺട്രോൾ കിട്ടും. പിന്നെ അഫോം യുവർ കമ്മിറ്റ്മെന്റ്. പിന്നെന്താ വെച്ചാൽ ഈ ഒരു ഇത് ഇംപ്രൂവിംഗ് ദിസ് റിലേഷൻഷിപ്പ് ഒരു പ്രയോറിറ്റി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു പ്രയോറിറ്റി ആണ്, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എഴുതുക. വാട്ട് പേഴ്സണൽ വാല്യൂസ് ഡസ് ദിസ് ഗോൾ അലൈൻ വിത്ത് യു? ഈ ഒരു ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുന്നില്ല എന്ത് പേഴ്സണൽ വാല്യൂസ്, ചിലപ്പോൾ ലവ് ആയിരിക്കും, അറ്റാച്ച്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിരിക്കും, സമാധാനമായിരിക്കും, പിന്നെ അങ്ങനെ പലതും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് നോക്കുക. ട്രസ്റ്റ്, അങ്ങനെ ഏതാണ് എന്നുള്ളത് എഴുതാം. പിന്നെ ഒരു അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെന്റൻസ്, ഐ ആം കമ്മിറ്റഡ് നർച്ചറിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദിസ് റിലേഷൻഷിപ്പ് ബിക്കോസ് എന്ന് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും അതിനെ ഓർമ്മ കൊണ്ടുവരാനുള്ള ഒരു കീവേഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ്, ഐ ആം കമ്മിറ്റഡ് അല്ലെങ്കിൽ ഐ ആം ഓക്കെ, ഐ ആം ഇൻട്രസ്റ്റഡ്, എന്തെങ്കിലും ഒരു സ്ട്രോങ് ഒരു പവർ വേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ മാറ്റി വെക്കാം. പിന്നെന്താണ്, വാട്ട് ലെസൺസ് ഹാവ് യു ഓൾറെഡി ലേൺഡ് ഫ്രം ദിസ് റിലേഷൻഷിപ്പ്? ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒന്നുകൂടി നന്നാക്കി കൊണ്ടുവരാനുള്ള ഒരു സ്പെസിഫിക് റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ മൊത്തത്തിൽ എന്റെ ഒരു പിന്നെ മൊത്തത്തിലുള്ള എന്താണ് എന്റെ ക്യാരക്ടറും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. എല്ലാവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആണെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പോൾ ഓൾറെഡി നിങ്ങളിൽ നിന്ന് പഠിച്ച ലേണിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. വാട്ട് ഇമ്പാക്ട് വിൽ അച്ചീവിംഗ് ദിസ് ഗോൾ ഹാവ് യു ഓൺ യുവർ ലൈഫ് ആൻഡ് ലൈഫ് ഓഫ് അതർ പേഴ്സൺ? അപ്പൊ ഈ ഒരു ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക, നിങ്ങളുടെ ഓപ്പോസിറ്റ് കൂടെ ഉള്ളവരുടെ ലൈഫിൽ എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാക്കുക. ഇതിൽ നമ്മളിപ്പോ ചിലപ്പോൾ ചില ഗോളൊക്കെ ഞാനും ഓക്കെ ഡാഷ് എക്സ് എന്നുള്ള ഒരു പേഴ്സണുമായിട്ടുള്ള മാത്രം റിലേഷൻഷിപ്പ് ആയിരിക്കും, ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ വളരെ അടുത്ത ക്ലോസ് ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കുക. പക്ഷെ അത് എന്നിലുണ്ടാക്കുന്ന ആ ഒരു മാറ്റങ്ങൾ മറ്റു റിലേഷൻഷിപ്പിൽ പോലും അത് എന്താണ് ഒരു പോസിറ്റീവ് എഫക്ട് ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ റിലേഷൻഷിപ്സ് ആർ എ ജേർണി ഓഫ് കണ്ടിന്യൂസ് ഗ്രോത്ത്. ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് ദ അതർ പേഴ്സൺ. അതാണ് അതിന്റെ ഒരു കീ. ബി പേഷ്യന്റ് വിത്ത്, നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് പേഷ്യന്റ് ആവണമെന്ന് പറയാം. ആദ്യം ബി പേഷ്യന്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് വിത്ത് അതേഴ്സ്. അപ്പൊ അതാണ് ഇത്. ഈ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാം, അത് പ്രിന്റ് ഔട്ട് എടുക്കുക. ഇത് ഇതേപോലെ ഓരോന്നും എഴുതിയിട്ടില്ലെങ്കിൽ പോലും എഴുതാൻ ഇഷ്ടവും ഒക്കെ ഉള്ളവർ എന്താ ഇതുപോലെ എഴുതിയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് പലതവണ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ച് നോക്കുക. എന്നിട്ട് ഏതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യാം. എന്തായാലും നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ അതിലേക്ക് ഉള്ള ടൂൾസും കാര്യങ്ങളെല്ലാം ആ ഒരു നോട്ട്സിൽ ഈ ഇത്രയും ദിവസത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം.